അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിവാഹ സംബന്ധമായ അറിഞ്ഞിരിക്കേണ്ട ചില സംശയങ്ങളും മറുപടിയുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒന്നാമത്തെ സംശയത്തിൽ നിക്കാഹിൻ്റെ കർമ്മങ്ങൾക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ടെന്ന് കേട്ടു. അത് ശരിയാണോ എന്നതാണ് ചോദിക്കുന്നത്. അതിന് മറുപടി അത് ശരിയാണ്. നിക്കാഹിൻ്റെ വാക്യങ്ങൾ ഉരുവിട്ട് കൊണ്ടുള്ള കർമ്മങ്ങൾക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട് എന്ന് ഷർവാനി 2-ാം വാള്യം 238 പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ നിസ്കാരം നിർവഹിക്കേണ്ടത് വധുവരന്മാരാണോ എന്നത്. അതിന് മറുപടി ഇത് നിർവഹിക്കേണ്ടത് ഭർത്താവും വലിയും എന്ന് പറഞ്ഞാൽ കൈക്കാരൻ ആണ്. അവർക്കാണ് സുന്നത്ത് എന്ന് ഷർവാനി 2-ാം വാള്യം 238 മറ്റൊന്ന്, ഈ സ്വർഗത്തിൽ വെച്ച് വിവാഹം കഴിക്കാൻ സാധിക്കുമോ എന്നതാണ്. അതിന് മറുപടി സ്വർഗത്തിൽ വെച്ച് വിവാഹം കഴിക്കാൻ സാധിക്കും. മാതാപിതാക്കൾ, മക്കൾ എന്നിവരൊഴികെ വിവാഹബന്ധം ഹറാമായവരെയും സ്വർഗത്തിൽ വെച്ച് വിവാഹം ചെയ്യാമെന്ന് ഈ ആയത്ത് 3-ാം വാള്യം 253 മറ്റൊന്ന്, ഈ ആദ്യ രാത്രിയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ടോ എന്നതാണ് ചോദ്യം. അതിന് മറുപടി ഉണ്ട്. മണിയറയിലെത്തി സംയോഗം ചെയ്യുന്നതിന് മുമ്പ് ഭാര്യയ്ക്കും ഭർത്താവിനും സുന്നത്തുണ്ട് 2 റക്അത്ത് നിസ്കാരം എന്ന് ഷർവാനി 2-ാം വാള്യം 238 മറ്റൊന്ന്, മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പിതാവിനോ പിതാവിൻ്റെ അഭാവത്തിൽ പിതാമഹനോ അവളുടെ സമ്മതം ചോദിക്കൽ നിർബന്ധമുണ്ടോ എന്നതാണ് ചോദ്യം. അതിന് മറുപടി കന്യകയെയും സംയോഗം കൊണ്ടല്ലാതെ കന്യകത്വം നീങ്ങിയവളെയും അവളുടെ സമ്മതമില്ലാതെ പിതാവിനും പിതാവില്ലെങ്കിൽ പിതാമഹനും വിവാഹം ചെയ്തു കൊടുക്കാനുള്ള അധികാരമുണ്ട്. എന്നാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മകളാണെങ്കിൽ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സമ്മതം ചോദിക്കൽ സുന്നത്താണെന്ന് ഫത്വൽ മൊയ്നും 7-ാം വാള്യം 244 മറ്റൊന്ന്, ഈ സംയോഗം കൊണ്ട് കന്യകത്വം നീങ്ങിയവളാണെങ്കിലോ എന്നതാണ് സംശയം. മറുപടി അപ്പോൾ അവരുടെ സമ്മതം വാങ്ങൽ പിതാവിനും പിതാമഹനും നിർബന്ധമാണ്. വാക്കാൽ തന്നെ സമ്മതം വാങ്ങിയിരിക്കണം എന്ന് 7-ാം വാള്യം 245 മറ്റൊന്ന്, വിവാഹസദ്യ എപ്പോഴാണ് നൽകേണ്ടത് എന്നതാണ്. അതിന് മറുപടി ഭാര്യ ഭർത്താക്കന്മാർ സംയോഗത്തിലേർപ്പെട്ട ശേഷമാണ് വിവാഹസദ്യ നൽകാൻ ഉത്തമമായ സമയം. അതാണ് നബിചര്യയും. നിക്കാഹ് മാത്രം കഴിഞ്ഞതിനു ശേഷമാണെങ്കിൽ അടിസ്ഥാന സുന്നത്ത് മാത്രമേ ലഭിക്കൂ എന്ന് ഫത്വൽ മൊയ്ൻ 378 വിവാഹ സംബന്ധമായി ഇനിയും സംശയങ്ങളും മറുപടിയുമുണ്ട്. അതിന് പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.